നമസ്കാരം. മാറ്റിനിയുടെ എ ഫിലിം ബൈ എന്ന സംവിധായകരിലൂടെ അവരുടെ സിനിമകളിലൂടെ കടന്നു പോകുന്ന പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് എനിക്ക് ഏറെ പ്രിയപ്പെട്ട ഒരു സംവിധായകനെക്കുറിച്ചാണ്. ചില സംവിധായകർ ഒരുപാട് സിനിമകളൊന്നും ചെയ്തിട്ടുണ്ടാവില്ല, പക്ഷെ അവർ ചെയ്തു വെച്ച ഒരു സിനിമയുടെ പേരിലായിരിക്കും അവരെക്കാലം അറിയപ്പെടുന്നത്. അങ്ങനൊരു സിനിമയാണ് ഗുരു. അതെ, ഞാനിന്ന് പറയാൻ പോകുന്നത്, നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് രാജീവ് അഞ്ചൽ എന്ന സംവിധായകനെ കുറിച്ചാണ്. ഇപ്പം മുമ്പ് പറഞ്ഞ പോലെ ഒരുപാട് സിനിമകൾ അദ്ദേഹം ചെയ്തിട്ടില്ല. അപ്പം അദ്ദേഹത്തെ പറ്റി നമ്മൾ പറഞ്ഞു വരുമ്പോൾ, അദ്ദേഹം ജനിക്കുന്നത് 1956 അഞ്ചൽ എന്ന് പറയുന്ന സ്ഥലത്താണ്, കൊല്ലം ജില്ലയിൽ. അദ്ദേഹത്തിൻ്റെ പേരിനോടൊപ്പം ഉണ്ടല്ലോ അഞ്ചൽ. അദ്ദേഹം ഒരു സിനിമാ സംവിധായകനാകുന്നതിന് മുമ്പ് അദ്ദേഹം ഒരു ശില്പിയായിരുന്നു. ഇപ്പം നമുക്കറിയാവുന്ന ഒരുപാട് പ്രശസ്തമായിട്ടുള്ള ശില്പങ്ങൾ അദ്ദേഹത്തിൻ്റെയാണ്. ഇപ്പം ജഡായു പാറയിൽ ജഡായു ഒക്കെ അദ്ദേഹം ചെയ്തിട്ടുള്ളതാണ്. സിനിമാ മേഖലയെക്കുറിച്ച് ഇപ്പം അദ്ദേഹത്തിൻ്റെ കലാജീവിതത്തെ അല്ലെങ്കിൽ സിനിമാ ജീവിതത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ ആദ്യം നമ്മൾ അദ്ദേഹത്തിൻ്റെ സംവിധാന സംരംഭം ആയിട്ടുള്ള ബട്ടർഫ്ലൈസ് 1993 അദ്ദേഹം ചെയ്യുന്നത്. പക്ഷെ അതിനു മുമ്പ് അദ്ദേഹം സിനിമയിലുണ്ട്. അപ്പം നമ്മൾക്ക് ചിലപ്പോൾ എല്ലാവർക്കും അറിയാവോ എന്നറിയില്ല, അദ്ദേഹം ആർട്ട് ഡയറക്ടറായിട്ടാണ് പിന്നെ സിനിമയിൽ തൻ്റെ ജീവിതം ആരംഭിക്കുന്നത്. അദ്ദേഹം ചെയ്തിട്ടുള്ള 2 വലിയ സിനിമകളുണ്ട് ആർട്ട് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തിട്ടുള്ള. ഒന്ന് നമുക്കെല്ലാം അറിയാവുന്ന പത്മരാജൻ സാറിൻ്റെ ഞാൻ ഗന്ധർവൻ എന്ന് പറയുന്ന സിനിമ. ആർട്ട് ഡയറക്ഷന് വളരെയധികം പ്രാധാന്യമുള്ള ഒരു സിനിമയായിരുന്നു ഞാൻ ഗന്ധർവൻ. അതുപോലെ തന്നെ അത്രത്തോളം ഇമ്പോർട്ടൻസ് ആർട്ട് ഡയറക്ഷൻ ഉണ്ടായിരുന്ന ഒരു സിനിമയാണ് അഥർവം. ഈ 2 സിനിമകളുടെയും ആർട്ട് ഡയറക്ടർ ശ്രീ രാജീവ് അഞ്ചലാണ്. അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു ആദ്യത്തെ സിനിമ പ്രവർത്തനം എന്ന് പറയുന്നത്. പിന്നീട് ഞാൻ പറഞ്ഞ പോലെ 93 ബട്ടർഫ്ലൈസ് ചെയ്യുന്നു. മോഹൻലാലായിരുന്നു അതിൽ നായകൻ. 1997 ഗുരു എന്ന് പറയുന്ന സിനിമ സംവിധാനം ചെയ്യുന്നത്. അത് ആ വർഷത്തെ ഓസ്കാർ നോമിനേഷൻ ലഭിച്ചിട്ടുള്ള മലയാള സിനിമയാണ്. അപ്പോൾ ആ ഒരു സിനിമ അത്രത്തോളം പിന്നെ കലാമൂല്യമുള്ള ഒരു സിനിമയാണ്. എനിക്ക് ആ സിനിമ എന്തുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ ഒരു ഇഷ്ടം തോന്നുന്നതെന്ന് വെച്ചാൽ, അതിൽ കൂടുതൽ അത് സംസാരിക്കുന്നത് സ്പിരിച്വാലിറ്റിയെക്കുറിച്ചാണ്. നമുക്ക് സ്പിരിച്വാലിറ്റിയോട് ഒരു അന്വേഷണം അല്ലെങ്കിൽ ഒരു അന്വേഷണ ത്വരയുള്ളത് കൊണ്ട് എനിക്കതിനെക്കുറിച്ച് കുറച്ച് പേഴ്സണലി ഒരുപാട് ഇഷ്ടമുള്ള ഒന്നാണ്. ആ സിനിമ ശരിക്കും ചർച്ച ചെയ്യുന്നത് സത്യം എന്നതാണ്. സത്യം എന്താണ്? സത്യം നമ്മളുടെ ഉള്ളിലെ സത്യം. ആ സിനിമ തുടങ്ങുന്നത്, സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ പറയുന്ന മതങ്ങൾ, രാഷ്ട്രീയം, മതങ്ങളെ എങ്ങനെയാണ് മനുഷ്യനെ അന്ധനാക്കുന്നത്, ആ അന്ധരായിട്ടുള്ള ജനങ്ങളെ എങ്ങനെയാണ് രാഷ്ട്രീയ പ്രവർത്തകർ ഉപയോഗിക്കുന്നത്, വളരെ സമാധാനമായിട്ട് കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിൽ, മതസൗഹാർദ്ദത്തോടുകൂടി ആൾക്കാർ ജീവിക്കുന്ന ഒരു സമുദായത്തിൽ എങ്ങനെയാണ് സ്പർദ്ധയുണ്ടാക്കുന്നത്, എങ്ങനെയാണ് ലഹളയുണ്ടാക്കുന്നത് എന്നുള്ളതാണ് ആ സിനിമയുടെ ആദ്യ പകുതി സംസാരിക്കുന്നത്. മോഹൻലാൽ അവതരിപ്പിക്കുന്ന രഘുരാമൻ എന്ന് പറയുന്ന കഥാപാത്രം ഹിന്ദു ആയിരിക്കുന്നു. അദ്ദേഹത്തിന് മുസ്ലിങ്ങൾ, മുരളി അവതരിപ്പിക്കുന്ന അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരൻ്റെ ബാപ്പയായിട്ടുള്ള കഥാപാത്രം അയാളെ കാണുന്നത് സ്വന്തം മകനായിട്ടാണ്. അപ്പോൾ അത്രത്തോളം മതസൗഹാർദ്ദത്തോടു കൂടി കഴിയുന്ന ഒരു സമൂഹത്തിൽ നിന്ന് അയാൾ മുസ്ലിം വിരുദ്ധനായിട്ടുള്ള ഒരു തീവ്രവാദിയായി മാറുകയും ശാന്തിഗിരി എന്ന് പറയുന്ന ഒരു ആശ്രമത്തെ ആണ് അവിടെ കാണിക്കുന്നത്. ശാന്തിഗിരി ആശ്രമം എനിക്ക് തോന്നുന്നു രാജീവ് അഞ്ചൽ വളരെയധികം ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പം അവിടുത്തെ കരുണാകര ഗുരുവിനെയാണ് അവിടുത്തെ ഗുരുവായിട്ട് കാണിക്കുന്നത്. അപ്പോൾ അദ്ദേഹം ഒരു കൂട്ടം മതവിശ്വാസങ്ങളോ മതത്തിൻ്റെ വേലിക്കെട്ടുകളോ ഇല്ലാത്ത ആ ഒരു ആശ്രമത്തിലേക്ക് ഒരു കൂട്ടം മുസ്ലിങ്ങൾ എത്തുന്നതും ആ മുസ്ലിങ്ങളെ കൊല്ലാൻ പ്ലാൻ ചെയ്തിട്ട് രഘുരാമൻ അവിടെ എത്തപ്പെടുകയും ചെയ്യുന്നുണ്ട്. തുടർന്ന് രഘുരാമനിലുണ്ടാവുന്ന ഗുരുവിൻ്റെ കാരുണ്യവർഷവും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കണ്ണു തുറപ്പിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാകുന്ന ചില അനുഭവങ്ങളും കൊണ്ട് അദ്ദേഹം ഒരു പ്രത്യേക സ്ഥലത്ത് എത്തിപ്പെടുകയാണ്. ആ പ്രത്യേക സ്ഥലം എന്ന് പറയുന്നത് ആ പ്രത്യേക സ്ഥലത്തിൻ്റെ ഒരു എന്താ പറയുക, അതിർത്തികളും കാര്യങ്ങളും ഒക്കെ വളരെ രസകരമുള്ളതാണ്. ആ സ്ഥലം വളരെ ഒരു ഇമാജിനറി വേൾഡാണ്. അവിടുത്തെ ആൾക്കാർക്ക് കണ്ണ് കാണത്തില്ല. അപ്പോൾ ആ കണ്ണ് കാണാത്ത ആൾക്കാർ അവരുടെ ജീവിത രീതികളും അവിടെ എത്തിപ്പെടുന്ന രഘുരാമൻ എന്ന് പറയുന്ന ആൾക്ക് കണ്ണ് കാണാം എന്ന് പറയുമ്പോൾ അയാളെ ഒരു ഭ്രാന്തനായിട്ട് അവർ മുദ്രകുത്തുകയാണ്. സ്വാഭാവികമായിട്ടും അങ്ങനെയാണല്ലോ. ഇപ്പം നമ്മളുടെ ആധ്യാത്മിക ലോകത്ത് തന്നെ
നമ്മൾ കാണുകയാണെങ്കിൽ സത്യം വിളിച്ചു പറയുന്നവരെയൊക്കെ നമ്മളെന്നും ഭ്രാന്തന്മാരായിട്ടാണ് കണ്ടിട്ടുള്ളത്. ഇപ്പോൾ യേശുക്രിസ്തുവിനെ തന്നെ എടുക്കുക. യേശുക്രിസ്തു സത്യം വിളിച്ചു പറഞ്ഞപ്പോൾ അവിടുത്തെ മേലധികാരികൾ അദ്ദേഹം ഭ്രാന്തനാണെന്ന് പറയുകയും അദ്ദേഹത്തെ കുരിശിൽ കയറ്റി കൊല്ലുകയും ചെയ്തിട്ടുള്ള ഒരു സമൂഹമാണ് നമ്മുടേത്. അതുപോലെ തന്നെയാണ് സത്യം അന്വേഷിക്കുന്നവൻ സത്യം കണ്ടെത്തുമ്പോൾ മായയിൽപ്പെട്ട് കിടക്കുന്ന ഒരു വലിയ സമൂഹം അവനെ ഭ്രാന്തനായിട്ട് മുദ്രകുത്തി അവനെ പുറത്തേക്ക് തള്ളും. അപ്പോൾ സത്യം വിളിച്ചു പറയുന്നവരെ എന്നും നമ്മൾ പുറത്താക്കപ്പെടുന്ന അല്ലെങ്കിൽ പുറത്തേക്ക് തള്ളുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ എന്നുള്ളതാണ് ആ സിനിമ പറയുന്നത്. അപ്പം ഇലാമ പഴം എന്ന് പറയുന്ന ഒരു പഴം അതിന് കാണിക്കുന്നുണ്ട്. അപ്പോൾ മനുഷ്യൻ ജനിക്കുമ്പം തന്നെ അവൻ്റെ ഉള്ളിലേക്ക് മതങ്ങളും അന്ധവിശ്വാസങ്ങളും നമ്മൾ പകർന്നു കൊടുക്കുമ്പോൾ അവൻ അതുമൂലം അന്ധനായിത്തീരുന്നു. ആ കുഞ്ഞ് ഇലാമപ്പഴത്തിൻ്റെ പഴം കഴിക്കുമ്പോൾ അവന് അന്ധനായിത്തീരുന്നു. പക്ഷെ അതിൻ്റെ ഉള്ളിലുള്ള ഒരു സത്യമുണ്ട്, അല്ലെങ്കിൽ ഉള്ളിലുള്ള ഒരു കുരുവുണ്ട്, ബീജം. ആ ബീജത്തിൻ്റെ അതിൻ്റെ സത്ത് പിഴിഞ്ഞ് കൊടുത്താൽ ആൾക്കാർ മരിക്കും എന്ന് അവർ വിശ്വസിക്കുകയും ആ കുരു എടുത്ത് പുറത്തേക്ക് തള്ളുകയും ചെയ്യുന്നു. അപ്പോൾ നമ്മളുടെ ഉള്ളിലെ സത്യത്തെ നമ്മൾ കാണാതെ പുറമെ ജീവിക്കുന്ന ഒരവസ്ഥ. അപ്പോൾ ആ അവസ്ഥയിൽ രഘുരാമൻ തിരിച്ചറിയുകയാണ് പഴത്തിൻ്റെ ഉള്ളിലെ ആ പഴം കഴിക്കുന്നതാണ് അവരെ അന്ധനാക്കുന്നതെന്നും ആ പഴത്തിൻ്റെ ഉള്ളിലെ ബീജം സത്യം അതാണ് അവരെ കാഴ്ചയുള്ളവരാക്കുന്നതും എന്നുള്ള ബോധമുണ്ടാവുകയും ഒരു കൂട്ടം അദ്ദേഹത്തെ, അപ്പം ഏതൊരാൾ സത്യം തിരിച്ചറിയുമ്പോഴും അവിടുത്തെ ഭരണകൂടം അവരെ എതിർക്കുകയും അവിടുത്തെ ഒരു പറ്റം ചിന്തിക്കുന്ന ജനങ്ങൾ അദ്ദേഹത്തെ അനുഗമിക്കുകയും ചെയ്തു. ആ അനുഗമിക്കുന്ന ആൾക്കാരിലേക്ക് രഘുരാമൻ ഈ പഴത്തിൻ്റെ സത്ത് എന്ന് പറയുന്ന സത്യം, അതിൻ്റെ ഉള്ളിലെ ആ സത്യം പകർന്നു കൊടുക്കുമ്പോൾ അവർ കാഴ്ചയുള്ളവരായിട്ട് മാറുന്നു. ഇതാണ് ആ സിനിമ പറയുന്നത്. ഇതുതന്നെയല്ലേ നമുക്കും. സത്യത്തിൽ നമ്മൾ ഒരു മായാലോകത്ത് ജീവിക്കുന്നു. നമ്മളിലേക്ക് നമ്മൾ സത്യാന്വേഷികളായിട്ടുള്ള ആൾക്കാർ സത്യത്തെ അന്വേഷിച്ച് പോകുമ്പോൾ അവന് ലഭിക്കുന്ന ഒരു ഗുരു. ആ ഗുരുവിനെ വിശ്വസിക്കുന്നവരും വിശ്വസിക്കാത്തവരും ഉണ്ടാവും. ആ ഗുരു പകർന്നു നൽകുന്ന അറിവ് അല്ലെങ്കിൽ ജ്ഞാനം കൊണ്ട് അവൻ്റെ കണ്ണ് തുറക്കുമ്പോൾ അവനിലെ മനുഷ്യരിലോ മൃഗങ്ങളിലോ ഈ ലോകത്തിലോ ഒന്നും വ്യത്യാസങ്ങളില്ലാതെ സത്യത്തിൻ്റെ അല്ലെങ്കിൽ ഒരു സ്വാതന്ത്ര്യത്തിൻ്റെ വലിയ ലോകത്തിലേക്ക് അവൻ നടന്നു പോകുന്നു, അല്ലെങ്കിൽ അവൻ്റെ ജീവിതം പൂർണ്ണമാകുന്നു എന്ന് പറയുന്ന വലിയൊരു സന്ദേശമാണ് ശരിക്കും ആ സിനിമ പകർന്നു നൽകുന്നത് എന്നുള്ളതാണ് എൻ്റെ ഒരു വീക്ഷണത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ഇപ്പോൾ ആ സിനിമ കാണുന്ന പലർക്കും പല രീതിയിലായിരിക്കും ആ സിനിമയെ ഈ പറയുന്ന പോലെ ചിത്രീകരിക്കാൻ പറ്റുക അല്ലെങ്കിൽ അപഗ്രഥിക്കാൻ പറ്റുക. അപ്പോൾ ഈ ഒരു സിനിമ ഇങ്ങനെയുള്ള കുറേ മൂല്യങ്ങളും ഒക്കെ നമുക്ക് പകർന്നു തരുന്നുണ്ട് എന്നുള്ളതാണ് ആ ഒരു വീക്ഷണകോണിലൂടെ കാണുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ രാജീവ് അഞ്ചൽ എന്ന് പറയുന്ന സംവിധായകൻ ഈ ഒരു സിനിമയുടെ പേരിലായിരിക്കും എക്കാലവും അറിയപ്പെടുക എന്നുള്ളത് ഉറപ്പാണ്. ഞാൻ അതുകൊണ്ട് തന്നെയാണ് ഈ സിനിമയെ, കാരണം അത്രത്തോളം ഡീപ്പായിട്ട് മനുഷ്യരുടെയും അല്ലെങ്കിൽ ഈ പറയുന്ന ഉപനിഷത്തുകളോ വേദാന്തങ്ങളിലൂടെയൊക്കെ കടന്നു പോകുന്ന ഒരാൾക്ക് മാത്രമേ അങ്ങനെ ഒരു സിനിമയെ കൺസീവ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ എന്നുള്ളത് ആണ്. അതിൽ ആർട്ടും ബാക്കി എല്ലാ കാര്യങ്ങളും, സംഗീതമാണെങ്കിലും സിനിമാറ്റോഗ്രാഫി ആണെങ്കിലും ഒക്കെ എസ് കുമാർ സാറാണ് സിനിമാറ്റോഗ്രാഫി ചെയ്തിട്ടുള്ളത്. ഒക്കെ മികച്ച ഒരു തലത്തിലെല്ലാം യോജിപ്പിച്ച് വന്നിട്ടുണ്ട്. ആ ഒരു സിനിമ അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഓസ്കാർ നോമിനേഷനിലേക്ക് എടുക്കപ്പെട്ടത്. സോ ഈ സിനിമയെ പറ്റിയുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളും നമ്മൾ സംസാരിച്ചതിനും പറ്റിയുള്ള കാര്യങ്ങൾ നിങ്ങൾ ഒരു കമൻ്റായിട്ട് എന്തായാലും ഇടുക. അടുത്ത ഒരു എപ്പിസോഡിൽ നമുക്ക് അതിനെപ്പറ്റി തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു അഭിപ്രായങ്ങളും കൂടെ നമ്മൾ എടുത്തുകൊണ്ട് നമുക്കതിനെപ്പറ്റി സംസാരിക്കുകയും ചെയ്യാം. എന്തായാലും പിന്നീട് അതിനപ്പുറത്തേക്കൊരു സിനിമ ചെയ്യാൻ രാജീവ് അഞ്ചൽ സാറിന് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഏറ്റവും മികച്ച ഒരു വർക്ക് ഗുരു തന്നെയാണ് എന്നതിൽ യാതൊരു സംശയമില്ല. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു എപ്പിസോഡ് ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ എന്നെനിക്കറിയില്ല. എന്തായാലും അഭിപ്രായങ്ങൾ അറിയിക്കുക. അതുവരെ വിമൽ സൈനിങ് ഓഫ്.